പേര് മുഹമ്മദ് സാലിഹ്. ഞാനിവിടെ മഞ്ചേരി ഐസിലെ സ്റ്റുഡൻ്റാണ്. അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറുടെ എക്സാമിൽ 235 റാങ്ക് നേടിയിട്ടുണ്ട്. അതേപോലെ KLD, കമ്പനി ബോർഡ് LGS, ഫോറസ്റ്റ് വാച്ചർ വയനാട് ഈ തസ്തികകളുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഞാൻ +2 കഴിഞ്ഞതിന് ശേഷം പോളിടെക്നിക്കാണ് ചെയ്യുന്നത്. പോളിടെക്നിക്ക് കഴിഞ്ഞ ഉടനെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടിയാണ്ട് മംഗലാപുരം റിഫൈനറിയിൽ പോയി. അവിടെ 1-2 ആഴ്ച വർക്ക് ചെയ്ത സമയത്താണ് ആ വർക്കിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായത്. ഒരു പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യണതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായത്. അതിന് ശേഷം അവിടുന്ന് റിസൈൻ ചെയ്തിട്ട് നാട്ടിലേക്ക് പോന്നു. അങ്ങനെ എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് ഒരു ഗവൺമെൻറ് ജോലി കിട്ടിയാൽ നമുക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റ്സിനെ കുറിച്ച് ഫ്രണ്ടാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഫ്രണ്ട് മഞ്ചേരി ഐസിൽ പഠിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ്റെ സജഷൻ പ്രകാരമാണ് ഇവിടെ ഐസിൽ വന്നുകൊണ്ട് PSC പഠിക്കാമെന്നുള്ള ഒരു ചിന്ത വന്നു തുടങ്ങിയത്. PSC പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഇതിൻ്റെ ട്രാക്കിലാവുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഐസിലെത്തിയ സമയത്താണ് ഇവിടുത്തെ ഫാക്കൽറ്റീസ് നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു എല്ലാവരും. പ്രത്യേകിച്ച് നമ്മളെ അൻസിഫ് സാറ്, അതേപോലെ മലയാളത്തിൻ്റെ പ്രജിൽ സാറൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ ഒരു അധ്യാപകർ എന്നല്ല ഉപരി നല്ലൊരു മെൻറ്റർമാരായിട്ട് കൂടിയാണ് അവർ പ്രവർത്തിച്ചിട്ടുള്ളത്. നമുക്ക് ഏത് സമയത്തും വിളിച്ചാണ് നമ്മളെ ഡൗട്ട് ചോദിക്കാനും നമ്മൾ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റിയൊരു ഫ്രണ്ട്ഷിപ്പ് മൂഡിലാണ് ഇവർ ഞങ്ങളെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ മാത്സ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിലും എക്കണോമിക്സ്, പൊളിറ്റി, കറണ്ട് അഫെയർ ഏത് സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മളതായിട്ടുള്ള ഒരു നോട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ അത് വെച്ച് റിവൈസ് ചെയ്യുക, മാക്സിമം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക, മാക്സിമം മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക. അതേപോലെ ഈ PSCയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ളത് നമ്മൾ റിവൈസ് ചെയ്തിട്ട് പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യണം. അതേപോലെ ടൈം മാനേജ് ചെയ്തിട്ട് പഠിക്കുക, ടൈം മാനേജ് ചെയ്തിട്ട് നമ്മൾ എക്സാമുകൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ റെഗുലർ ക്ലാസ് കഴിഞ്ഞാൽ ഇവിടെ റീഡിങ്ങിന് ഇരിക്കുമായിരുന്നു. റീഡിങ്ങിന് ഇരിക്കുന്ന സമയത്ത് നമ്മൾ കമ്പൈൻ സ്റ്റഡി കാര്യങ്ങൾ, അതേപോലെ സീനിയേഴ്സിൻ്റെ അടുത്ത് നിന്നുള്ള നല്ല ഉപദേശങ്ങൾ, പിന്നെ എയ്സിൻ്റെ തന്നെ നല്ല മെറ്റീരിയൽസ്, നല്ല ലൈബ്രറി സൗകര്യം, അതൊക്കെ ഞങ്ങൾ നന്നായിട്ട് ചൂസ് ചെയ്തിരുന്നു. PSC പോലുള്ള വലിയ കോമ്പറ്റീഷൻ എക്സാമുകൾക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടത് കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ദിവസം 1, 2, 3 മണിക്കൂർ നമുക്ക് പഠിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിലും അത് വളരെ പ്രൊഡക്റ്റീവായ രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ്. അതേപോലെ നമ്മൾ റിവൈസ് ചെയ്തിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ ആഴ്ചയിൽ 1-2 തവണ റിവൈസ് ചെയ്ത് പഠിക്കുക. പിന്നെ PSCയിൽ കിട്ടിയാൽ നമുക്കുണ്ടാവുന്ന സക്സസ് നമ്മൾ ഡ്രീം ചെയ്തിട്ട് നമ്മളുടെ ഈ പഠിക്കണ ഈ ജേണി മാക്സിമം എൻജോയ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റുക എന്നുള്ളതും ഇതിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്.